മുംബൈയിൽ 14 പേരുടെ മരണത്തിനിടയാക്കിയ പരസ്യ ബോർഡ് അപകടത്തിൽ ബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമ ഒളിവിൽ പോയി. നരഹത്യാ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് നീക്കം. ബലാത്സംഗം ഉൾപ്പെടെ 23 കേസുകളിൽ പ്രതിയാണ് കമ്പനി ഉടമ. ബോർഡ് സ്ഥാപിച്ചത് റെയിൽവേ പോലീസിന്റെ ഭൂമിയിലാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീനാഥ്, അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കിയതാണ് ഈ പരസ്യ ബോർഡ് വീണുണ്ടായ അപകടം. 14 പേരാണ് അതിൽ മരിച്ചത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. കമ്പനി ഉടമ ഒളിവിൽ പോയെന്ന് വിവരം വരുന്നുണ്ട്. എന്തൊക്കെയാണ് പോലീസ് ഇയാളെക്കുറിച്ച് പറയുന്നത്? ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇയാൾക്ക് നിരവധി കേസുകളുണ്ട്. ക്രിമിനൽ കേസുകളുണ്ട്, സിവിൽ കേസുണ്ട്, 23 കേസുകൾ ആകെയുണ്ട്. അതിൽ ഗുരുതരമായ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾ ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കേസിൽ ഇപ്പോൾ ട്രയൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ കേസ് പലതുമുണ്ട്, ആളുകളെ പറ്റിച്ച കേസ്, സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ളത്. ഏതായാലും ഇയാൾ ഒരു തവണ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതി ഭാവേഷ് എവിടെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഈ ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കുറ്റകൃത്യം എന്നതാണ് കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. GRP റെയിൽവേ പോലീസിന്റെ ഭൂമിയിലാണ് ഇയാൾ 2 വർഷത്തോളമായി ഇത്രയും വലിയൊരു കുറ്റൻ ബോർഡ് സ്ഥാപിച്ചത്. GRP ഇയാൾക്ക് 10 വർഷത്തേക്കാണ് ഈ ഭൂമി ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി നൽകിയത്. എന്നാൽ ഇത് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ, ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ, ഇയാൾ ഉറപ്പിക്കുന്ന ഈ ബോർഡിന് കരുത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു തരത്തിലുള്ള അന്വേഷണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവരുടെ വെൽഫെയർ ഫണ്ടിലേക്കുള്ള പണം സ്വരൂപിക്കാൻ മാത്രം അത് ഉപകരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്തരമൊരു ബോർഡ് സ്ഥാപിക്കുന്നതിൽ BMCയിൽ നിന്നാണ്, യഥാർത്ഥത്തിൽ മുംബൈ കോർപ്പറേഷനിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത്. ആ അനുമതി വാങ്ങിയിട്ടില്ലത് BMC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മെയ് 2-ാം തീയതി ഈ റെയിൽവേ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ബോർഡ് അത് പൊളിച്ചു മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് BMC നൽകിയത്. ഇതിൽ നടപടിയൊക്കെ എടുത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ ബോർഡ് തകർന്നു വീണതെന്നാണ് GRP പറയുന്നത്. ഏതായാലും ഇതിൽ റെയിൽവേ പോലീസിന്റെ കൂടി ഒരു അനാസ്ഥ ഉണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോഴും അവിടെ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന ശ്രമകരമായ ജോലി തുടരുകയാണ്. 14 പേരുടെ ജീവൻ നഷ്ടമായി, 80-ലേറെ പേർക്കാണ് പരുക്കേറ്റത്. ഗോപികൃഷ്ണൻ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.